എക്സഡസ് 15:26 വായിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം 15:26 അവിടെ എഴുതിയിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. എങ്ങനെ കേൾക്കണം? ശ്രദ്ധയോടെ കേൾക്കണം. ചെയ്താൽ അനുസരിച്ചാൽ ചെയ്താൽ ആമേൻ. സ്തോത്രം. ദൈവത്തിൻ്റെ സ്തോത്രം. ആ വലിയ വാഗ്ദത്തം, ആ വാഗ്ദത്തത്തിന് വല്ല മാറ്റം ഉണ്ടോ പ്രിയപ്പെട്ടവര്? സ്തോത്രം. ദൈവത്തിന് അനാച്ഛാദനമില്ല. സ്തോത്രം. ഇതൊക്കെ എത്ര, ദീസ് ആർ പ്രഷ്യസ് ട്രഷേഴ്സ് ഫ്രം ദ വേർഡ് ഓഫ് ഗോഡ്. ഇത് നമുക്ക് വേണ്ടി എഴുതിയിരിക്കുകയാണ്. സ്തോത്രം. അത് വിശ്വസിക്കുന്നവർക്ക് അത് അങ്ങനെ തന്നെ ദൈവം അങ്ങ് നിവർത്തിച്ച് കൊടുക്കുന്ന ഒരു ദൈവത്തിൻ്റെ നീതിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ ഒരു ഭയത്തോടെ നമുക്കായിരിക്കാം. ഇന്ന് ദൈവഭയം എന്ന് പറയുന്ന അതൊരു വലിയ സബ്ജക്റ്റാണ്. അത് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെന്ന് പറയുന്നവരുടെ ഇടയിൽ, പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാരുടെ ഇടയിൽ, ഞാനത് ദുഃഖത്തോടു കൂടിയാണ് എനിക്കത് പറയാൻ കഴിയുന്നത്. അത് പറയുമ്പോൾ ദുഃഖമുണ്ട്. ദൈവഭയം എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവ്. ദൈവഭക്തി, ഭയം എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ദൈവത്തെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ദൈവസന്നിധി വന്ന് എന്താ എൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ഒരു വ്യക്തി, ഒരു ഉപാധിയായിട്ടാണോ ദൈവത്തെ കാണുന്നത്? എൻ്റെ വിഷയങ്ങൾക്കൊക്കെ പരിഹാരം കിട്ടുന്നത് ഫിക്സ് ചെയ്യാൻ. ഇപ്പോൾ വീട്ടിൽ, നമ്മുടെയൊക്കെ വീട്ടിൽ ഇലക്ട്രിക് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ഇലക്ട്രീഷ്യനെ വിളിക്കും അത് ഫിക്സ് ചെയ്യാൻ, അല്ലേ? അവനത് അറിയാവുന്നത് കൊണ്ട്, അവനതിനകത്ത് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് അവൻ വന്നത് ഫിക്സ് ചെയ്യും. AC കേടായാൽ AC മെക്കാനിക്കിനെ വിളിക്കും, അവനത് ഫിക്സ് ചെയ്യും. ദൈവത്തെ എങ്ങനെയാണോ നമ്മുടെ വിഷയങ്ങൾക്കൊക്കെ ഫിക്സ് ചെയ്യുന്ന ഒരാളായിട്ടാണോ നമ്മൾ കാണുന്നത്? അങ്ങനെയെങ്കിൽ നമ്മൾ തെറ്റി, പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഞാനത് ദുഃഖത്തോടാണ് പറയുന്നത്. ദൈവത്തെ ഭയത്തോട് വേണം ദൈവത്തെ സേവിക്കുവാൻ. ദൈവസന്നിധി വരുമ്പോൾ ഭയത്തോടും വിറയലോടും കൂടിയാണ് ഇരിക്കേണ്ടത്. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അനുഗ്രഹത്തിന് പകരം ശാപം തേടിക്കൊണ്ട് പോകാനിടയായിത്തീരും. ഹല്ലേലൂയ. നമ്മൾ ഈ ദൈവത്തിൻ്റെ വചനമൊക്കെ കേൾക്കുന്ന എത്രയോ ദൈവദാസന്മാരുടെ ശുശ്രൂഷകൾ ഒക്കെ നടക്കുന്ന ഒരു സ്റ്റേജായിരുന്നു. ഹല്ലേലൂയ. ഒരു ഭയത്തോടാണോ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നത്? നമുക്കൊരു മടങ്ങി വരവ് ആവശ്യമായിരിക്കുന്നു. ദൈവത്തോട് പറയണം, കർത്താവേ, അങ്ങയോടുള്ള ഭയത്തിൽ, ആ ഭയത്തിലും ഭക്തിയിലും എന്നെ വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ 7 ഗുണങ്ങൾ യെശയ്യാപ്രവചനം 15-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. യേശു കർത്താവിനെ കുറിച്ചുള്ള ഒരു പ്രവചനം അവിടെ എഴുതിയിരിക്കുന്നത്. അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു, സ്തോത്രം, യഹോവ ഭക്തി യേശു കർത്താവിൻ്റെ പ്രമോദമായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. സ്തോത്രം. അവിടെ എങ്ങനെ എഴുതിയിട്ടുണ്ട്? 11-ാം വാക്യം. ജ്ഞാനത്തിൻ്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, അങ്ങനെ ഒരു ലിസ്റ്റ് പറഞ്ഞ് 7 കൂട്ടം കാര്യങ്ങളാണ്. അതിൽ യേശു കർത്താവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. യേശു കർത്താവിൻ്റെ മേൽ യഹോവയുടെ ആത്മാവ്, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെ ആത്മാവ്, ആലോചനയുടെ ശക്തിയുടെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെ ആത്മാവ്. യേശു കർത്താവിൻ്റെ പ്രമോദം യഹോവ ഭക്തിയിലായിരുന്നു. ഹല്ലേലൂയ. ആ ഒരു ഭക്തി നമ്മുടെ ജീവിതത്തിൽ കൂടി വരണം. നമ്മുടെ ജീവിതത്തിൽ അത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവഭക്തിയിൽ
നമ്മെ പാപത്തിൽ വീഴാതെ നമ്മെ സൂക്ഷിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം നമ്മെ സൂക്ഷിക്കുന്നു എന്ന് ബൈബിളിൽ നമ്മൾ വായിക്കുന്നു. തെറ്റിപ്പോവാതെ സൂക്ഷിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അതുപോലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ദൈവഭയം, ദൈവഭക്തി. സ്തോത്രം. ദോഷം വിട്ടകലുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. പ്രോവബ്സിലാണ് അത് എഴുതിയിരിക്കുന്നത്. യഹോവഭക്തി ദോഷം വിട്ടകലുന്നു. ഹല്ലേലൂയ. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു ഭാഗം വായിക്കാം. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വന്നിട്ട് യേശു കർത്താവ് അനേക ഉപമകൾ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 38 ഉപമകൾ എന്നിങ്ങനെ ഞാൻ എവിടെയോ വായിക്കുകയുണ്ടായി. സ്തോത്രം. ബൈബിളിൽ അത് ഏറ്റവും കൂടുതൽ ഉപമ എഴുതിയിരിക്കുന്നത് മത്തായിയാണ്, മത്തായിയുടെ സുവിശേഷത്തിലാണ്. അതിനകത്ത് ഒരു ചാപ്റ്റർ, മത്തായിയുടെ പുസ്തകത്തിൽ താൻ ഒരു ചാപ്റ്റർ മുഴുവനും ഉപമകളാണ് എഴുതിയിരിക്കുന്നത്. ഏത് ചാപ്റ്ററാണെന്ന് കുഞ്ഞുങ്ങൾക്ക് ആരെങ്കിലും പറയാമോ? ഏത് ചാപ്റ്ററാ? ഏതാ? സോറി, അത് ഗിരിപ്രഭാഷണം 13. മാത്യു ചാപ്റ്റർ 13 7 ഉപമകളാണ് അവിടെ വായിക്കുന്നത്. ഇന്ന് പകൽക്കാലം നമുക്ക് അതിനകത്തെ ലാസ്റ്റ് ഉപമ, മത്തായി 13 ലാസ്റ്റ് ഉപമ എന്ന് വായിക്കാം. അല്ല, അതിൻ്റെ ലാസ്റ്റ് ഉപമയായിട്ട് 7ാമത്തെ ഉപമ പറയുന്നല്ലോ, 47 വാക്യം മുതൽ. അവിടെ നമുക്ക് ആ ഭാഗം നിർത്തി നമുക്ക് ചിന്തിക്കാം. 47 വാക്യം. പിന്നെയും സ്വർഗരാജ്യം, പല ഉപമകൾ ഇങ്ങനെ പറഞ്ഞ് ലാസ്റ്റിൽ ചാപ്റ്ററിലെ ലാസ്റ്റ് ഉപമയാണ് 47 വാക്യം. പിന്നെയും സ്വർഗരാജ്യം കടലിലിടുന്ന എല്ലാ വക മീനും പിടിക്കുന്ന വലയോട് സദൃശം. നെറ്റ്, വല. സ്വർഗരാജ്യം ഒരു വലയോട്, കടലിൽ മീൻ പിടിക്കുന്ന ഒരു വലയോട് സദൃശം എന്ന് പറയുന്നു. സ്തോത്രം. ഇത് വായിച്ചപ്പോൾ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ചില ചിന്തകളാണ് ഇന്ന് പൽക്കാലം നമ്മൾ ഒന്നിച്ച് ചിന്തിക്കാനും ഷെയർ ചെയ്യുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ഇതാരെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? ഒരു വല. സ്വർഗരാജ്യം ഒരു വല പോലെയാണ്, കടലിലിടുന്ന ഒരു വല. കടലിൽ ഒരുപാട് മീനുകളുണ്ടല്ലേ, ഒത്തിരി മീനുകളുണ്ട്. ഇതെല്ലാം ഈ വലയിൽ കയറുമോ? ഇല്ല. ഒരു ലിമിറ്റഡ് നമ്പർ മാത്രമേ വലയിൽ കയറത്തുള്ളൂ. ആ വലയ്ക്കൊരു എന്താ പറയുന്നത്, ഒരു ലിമിറ്റേഷൻ. എല്ലാത്തിനും കൂടെ പിടിച്ച് കടലിലെ മീനെല്ലാം കൂടി ഈ വലയിൽ കയറി കഴിഞ്ഞാൽ വല പൊട്ടിപ്പോകും. വലയ്ക്കൊരു ലിമിറ്റേഷനുണ്ട്. അതിനകത്ത് ഇത്രേ കൊള്ളത്തുള്ളൂ. അതിനകത്ത് ആ കൊള്ളാവുന്നത് മാത്രമേ, അതിനകത്ത് കൊള്ളുന്ന അളവേ കയറത്തുള്ളൂ. ദൈവരാജ്യത്തിലും അങ്ങനൊരു പ്രമാണമുണ്ട്. ദൈവത്തിനൊരു നമ്പറുണ്ട് പ്രിയപ്പെട്ടവരെ. ആ നമ്പർ തികഞ്ഞാൽ കർത്താവ് ഇവിടുന്ന് തൻ്റെ ജനത്തെ കൊണ്ടുപോകും. ആ നമ്പർ തികയുന്ന സമയം, സ്തോത്രം, ഹല്ലേലൂയ. ഇതെന്നും ഇങ്ങനെ ഈ ലോകം ഇങ്ങനെ അങ്ങ് പോകുമെന്ന് നമ്മൾ ചിന്തിക്കാം. പല വിശ്വാസികളുടെ വിചാരം ഇങ്ങനെ അങ്ങ് പോകുമെന്ന. ഒരു നമ്പർ തികഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഇവിടുന്ന് മാറ്റപ്പെടും. സ്തോത്രം. കർത്താവ് വരും, തൻ്റെ ജനത്തെ കൊണ്ടുപോകും. സ്തോത്രം. ദൈവത്തിനൊരു നമ്പറുണ്ട്. സ്തോത്രം. അപ്പം ഈ വലയിൽ
ഇതിനകത്ത് കയറാൻ ഒരു നമ്പർ അതിൻ്റെ ഉടയവനുണ്ട്. സ്തോത്രം. ഇത്രയാകുമ്പോൾ ഇത് ഫുള്ളാകും. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുകയാണ്, പിന്നെയും സ്വർഗരാജ്യം കടലിലിടുന്ന എല്ലാ വക മീനും പിടിക്കുന്നതുമായ ഒരു വലയോട് നിറഞ്ഞപ്പോൾ, ഈ വല നിറയുന്ന ഒരു സമയമുണ്ട്, അത് നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ച് കരയ്ക്ക് കയറ്റി. അവർ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു ദൂതന്മാരെ കുറിച്ചാണ്. അത് വലിച്ചു കരയ്ക്ക് കയറ്റി. ഈ കാരണം കർത്താവ് ദൂതന്മാരെ അയച്ച് ഈ കൊയ്ത്ത് നടത്തുന്നത് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. സ്തോത്രം. അവർ അത് വലിച്ചു കയറ്റി ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു, ചീത്ത എറിഞ്ഞു കളഞ്ഞു. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, കടലിൽ ഇഷ്ടംപോലെ മീനുണ്ട്. സ്തോത്രം. അതിങ്ങനെ കിടക്കുക. അത് ഈ ലോകമായി ഈ കടൽ എന്ന് പറയുന്നത്. ഇഷ്ടംപോലെ ആത്മാക്കൾ ഇങ്ങനെ കിടക്കുക. എന്നാൽ ഈ വലയ്ക്കകത്ത് കയറുന്നത് ഒരു ലിമിറ്റഡ് നമ്പറേ ഉള്ളൂ. ആരാ ഈ വലയ്ക്കകത്ത് കയറുന്നത്? വിശ്വാസികളെ, നമ്മളെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. വലയ്ക്കകത്ത് കയറിയത് നമ്മൾ ഈ വലയ്ക്കകത്ത് വന്നിരിക്കുകയാണ്. സ്തോത്രം. ഈ വലയ്ക്കകത്ത് കയറുവാൻ നമുക്കൊരു ഭാഗ്യം കിട്ടി. സ്തോത്രം. ബാക്കിയൊക്കെ അങ്ങ് കടലിൽ കിടക്കുകയാണ്. ആമേൻ. അതിനെ തിരഞ്ഞെടുത്തിട്ടുമില്ല, ഇതിനകത്ത് കയറാൻ ഭാഗ്യം ലഭിച്ചുമില്ല. സ്തോത്രം. എന്നാൽ കൃപയാൽ നമ്മൾ ദൈവരാജ്യം എന്ന വലയ്ക്കകത്ത് വരുവാൻ നമുക്കിടയായി. സ്തോത്രം. എന്നാൽ ഈ വലയ്ക്കകത്ത് വന്നതിനെ എല്ലാം ദൈവം സ്വീകരിക്കുന്നില്ല, ഉടയവൻ സ്വീകരിക്കുന്നില്ല. അവിടെ എഴുതിയിരിക്കുന്നു, ഇതിനകത്ത് തീയതുണ്ട് നല്ലതും. അപ്പൊ അവിടെ ഒരു വേർതിരിവിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു. സ്തോത്രം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇരുന്നു കൊണ്ട് നിറഞ്ഞപ്പോൾ 48. ചിലത് ചീത്തയാ പ്രിയപ്പെട്ടവര്. അതും മലയിൽ കയറിയിരിക്കുക, അതും ചർച്ചിൽ വന്നിരിക്കുക, അതും സുവിശേഷം കേൾക്കുന്നുണ്ട്, എല്ലാവരുടെയും കൂട്ടത്തിൽ വരുന്നുണ്ട്, ഒരുപക്ഷെ തിരുവത്താഴവും എടുക്കുന്നുണ്ടാകാം, സ്നാനപ്പെട്ടതാകാം, ചിലപ്പോൾ അന്യഭാഷ പറയുന്നവരുമാകാം. ഇതും കയറിയിരിക്കുക, വലയിലുണ്ട്. പക്ഷേ ഒരു വേർതിരിവ് ഉണ്ട്. ആ സമയത്ത് ചീത്തയായത് എറിഞ്ഞ് പുറത്ത് കളയും, അത് തീയിൽ കൂട്ടിയിടും. അവിടെ താഴോട്ട് വായിക്കുമ്പോൾ വായിച്ചാട്ടെ 49. എന്തുകൊണ്ടാണ് ഈ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഇത്ര യേശു കർത്താവ് ക്രൂശിൽ മരിച്ച സമയത്ത് 2 കള്ളന്മാരെ ഇടത്തും വലതുമായി ക്രൂശിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു കള്ളൻ പറഞ്ഞു, സ്തോത്രം, നമ്മൾ ചെയ്തതിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അങ്ങനെ വായിക്കുന്നില്ലേ? നമ്മൾ ചെയ്തതിൻ്റെ ഫലമായി നമ്മൾ അനുഭവിക്കുന്നത്. എന്നാൽ ഈ യേശു കർത്താവ് എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല, നിരപരാധിയാണ്. ആ കള്ളൻ പറയുകയാണ്, വലത്ത് ഭാഗത്തെ കള്ളൻ. സ്തോത്രം. നമ്മൾ ചെയ്തതിൻ്റെ ഫലമാണ്. ലോകത്തിലുള്ള ജനം പറയും, സ്തോത്രം, ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചു, അതിൻ്റെ ഫലമാ ഞങ്ങൾ ഇന്ന് നരകത്തിലായിരിക്കുന്നത്. അവർക്കധികം പല്ലുകടി ഉണ്ടാകേണ്ട ആവശ്യമുണ്ടോ എനിക്കറിയില്ല. എന്നാൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ദുഃഖവും പല്ലുകടിയും കരച്ചിലും ഉണ്ടാകുന്നത്? ചർച്ചിൽ വന്നിട്ട് പിന്നെ നഷ്ടപ്പെട്ടു പോയി. ഇതൊക്കെ കേട്ടതാ, ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ ഇരുന്നതാ, പാട്ട് പാടിയതാ, ആത്മാവിൽ ആരാധിച്ചതാ, കൈയടിച്ചതാ, പക്ഷേ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാ കരച്ചിലും പല്ലുകടിയും വചനത്തിൽ കർത്താവ് വിളിച്ചു പറഞ്ഞത്. പ്രിയപ്പെട്ടവര്, നമ്മളെത്ര ഭയത്തോട് വേണം നമ്മുടെ ക്രിസ്തുയെ മുമ്പോട്ട് ഓടുവാൻ. ഹെസ്കിയ രാജാവിൻ്റെ വിഷയമായിരുന്നു യെശയ്യാപ്രവചനം 38-ാം അധ്യായത്തിലേക്ക് അവിടെ അത് വായിക്കുന്നത്.
എത്ര നല്ലതായിട്ട് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ, നല്ല സാക്ഷി ലഭിച്ച ഒരു രാജാവ്, ഹെസ്കിയാ രാജാവ്. ദാവീദ് കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും വലിയ സാക്ഷ്യം അദ്ദേഹത്തെക്കുറിച്ചാണ് എഴുതി വെച്ചത്, ഹെസ്കിയാ രാജാവിനെ കുറിച്ച്. എന്നാൽ താൻ 39 വയസ്സായപ്പോൾ, അവിടെ ബൈബിളിൽ നമ്മൾ വായിക്കുന്നു, 39 വയസ്സായപ്പോൾ തനിക്ക് രോഗം പിടിച്ച് മരിക്കത്തക്കവണ്ണമായപ്പോൾ ദൈവത്തിൻ്റെ ദാസൻ യെശയ്യാവിനെ ദൈവം അവിടെ അയച്ചു, അരമനയിൽ അയച്ചിട്ട് പറഞ്ഞു, നിന്റെ ഗ്രഹകാര്യം ക്രമീകരിച്ചു കൊള്ളുക, നീ മരിച്ചു പോകും. താൻ ചുവരിനോട് മുഖം തിരിച്ച് താൻ പ്രാർത്ഥിച്ചു, ഞാൻ ചെയ്തതൊക്കെ അങ്ങ് ഓർക്കണമേ, എന്നോട് കരുണ തോന്നണമേ, ആയുസ്സിൻ്റെ മധ്യേ എന്നെ വെട്ടിക്കളയല്ലേ. താൻ പ്രാർത്ഥിച്ചു. ദൈവം തൻ്റെ ആയുസ്സിനോട് 15 വർഷക്കാലം നീട്ടിക്കൊടുത്തു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരുണയാൽ 15 വർഷക്കാലം നീട്ടിക്കൊടുത്തു. തൻ്റെ അപേക്ഷ കേട്ടു. ഞാൻ നിൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു എന്നവിടെ കർത്താവ് പറയുന്നുണ്ട്. സ്തോത്രം. പക്ഷെ ഈ 15 വർഷക്കാലം എന്തിനാ നീട്ടിക്കൊടുത്തത്? തൻ്റെ ഗ്രഹകാര്യം ക്രമീകരിക്കേണ്ടതിന് വേണ്ടി. പക്ഷെ അത് തനിക്ക് സാധിച്ചില്ല. ആ 15 വർഷത്തിനിടയിൽ ഏതാണ്ട് 3 വർഷം കഴിഞ്ഞപ്പോൾ ഒരു പൈതൽ ജനിച്ചു. പുള്ളി പുതിയ വിവാഹം കഴിച്ചതാണോ നേരത്തെയുള്ള വിവാഹമായിരുന്നു എന്തുവാ നമുക്കറിയില്ല, ബൈബിളിൽ കാണുന്നില്ല. ഒരു പയ്യൻ ജനിച്ചു. അവനാ അടുത്ത രാജാവായി പിന്നെ വരുന്നത്. അദ്ദേഹത്തിന് 15 വർഷം, 39 + 15, 54 ഇയേഴ്സ്. 54-ാമത്തെ വയസ്സിൽ ആ മനുഷ്യൻ ലോകത്തോട് യാത്ര പറഞ്ഞു. പിന്നെ വന്ന ആളിൻ്റെ പേരാണ് മനശ്ശെ എന്ന് പറയുന്ന ആൾ. ഏറ്റവും ദേവാലയത്തിൽ വിഗ്രഹത്തെ കൊണ്ട് സ്ഥാപിച്ച ഒരു വ്യക്തി, തൻ്റെ അപ്പൻ വിഗ്രഹങ്ങളെ വെട്ടിക്കളഞ്ഞ ഒരു വ്യക്തി, ദേശത്തിന് ശുദ്ധീകരണം വരുത്തിയ ഹെസ്കിയാവ്. എന്നാൽ ആ വിഗ്രഹങ്ങളെ കൊണ്ടുവന്ന് ദേവാലയത്തിനകത്ത് കൊണ്ട് സ്ഥാപിച്ച വ്യക്തി സ്വന്തം മകൻ. ഗ്രഹകാര്യം ക്രമീകരിക്കാതെ പോയ ഒരു പിതാവ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നമുക്ക് കരച്ചിലില്ലേ? അവർ ദൈവത്തെ സേവിക്കണം. ഹല്ലേലൂയ. ദൈവം അത് ചെയ്യും പ്രിയപ്പെട്ടവർ. നമ്മുടെ കണ്ണുനീരൊന്നും വൃഥാവല്ല. ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുനീർ വൃഥാവല്ല. ദൈവം വലിയ കാര്യം ചെയ്യും. ദൈവത്തിന് ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. ഹെസ്കിയാവിന് അത് സംഭവിച്ചില്ല. ഈ ഹെസ്കിയാവിന് എന്താ പറ്റിയത്? സ്തോത്രം. നമുക്കൊന്ന് വായിക്കാം. 2 ക്രോണിക്കിൾസിലാണ് അത് എഴുതിയിരിക്കുന്നത്. 2 ദിനവൃത്താന്തം 2 ദിനവൃത്താന്തം 32:25 ഒന്ന് വായിച്ചാട്ടെ, പെട്ടെന്ന് വായിച്ചു. നിഗളിച്ചു പോയി. ഹെസ്കിയാവിന് പറ്റിയ വീഴ്ച അവിടെ എഴുതിയിട്ടുണ്ട്. ഈ നമുക്കറിയാമല്ലോ, ഈ ബുക്ക് ഓഫ് കിങ്സിൽ, അതായത് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പലതും ക്രോണിക്കിൾസിൽ നമ്മൾ വായിക്കുന്നല്ലേ. സ്തോത്രം. എന്നാൽ ഈ പരിശുദ്ധാത്മാവ് എന്തിനാ ഇത് രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് എഴുതി വേറൊരു പുസ്തകം കൂടെ ആക്കി വെച്ചത് എന്നിങ്ങനെ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്. സ്തോത്രം. പിന്നെ മനസ്സിലായത് ഒരു ഭക്തൻ അതിനെക്കുറിച്ച് ഇങ്ങനെയും പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. ക്രോണിക്കിൾസ് എഴുതിയപ്പോൾ അത് ദൈവത്തിൻ്റെ വ്യൂവിൽ നിന്ന് ദൈവം കാണുന്നത് എങ്ങനെയെന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഹിസ്റ്ററി പോലാണ് എഴുതിയിരിക്കുന്നത്. സംഭവിച്ചത് അതിങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. ഉദാഹരണം, ദാവീദ് പാപം ചെയ്തു. ഹല്ലേലൂയ. ബത്ശേബയുമായിട്ട് പാപം ചെയ്തു. അത് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ക്രോണിക്കിൾസിൽ അത് വായിക്കുന്നില്ല. എന്താ കാരണം? പരിശുദ്ധാത്മാവ് അത് എഴുതി വെച്ചില്ല. കാരണം നാഥാൻ പ്രവാചകനെ അയച്ചിട്ട് പറഞ്ഞു, നിന്റെ പാപം ദൈവം മോചിച്ചു തന്നിരിക്കുന്നു. ഒരിക്കൽ പാപം മോചിച്ചാൽ ദൈവം പിന്നെ അതിനെ ഓർക്ക പോലുമില്ല. സമുദ്രത്തിന്റെ ആഴത്തിലിട്ട് കളയുന്നു എന്നൊരു വാക്യം നമ്മൾ മീഖാപ്രവചനത്തിലാണെന്ന് തോന്നുന്നു അവിടെ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ.
മീഖ 7:18 ആണെന്ന് തോന്നുന്നു. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സമുദ്രത്തിൻ്റെ ആഴത്തിൽ നമ്മുടെ പാപങ്ങളെ ഇട്ട് പിന്നെ ദൈവം അത് ഓർക്കയില്ല. ഹല്ലേലൂയ. എന്നാൽ ഈ ഹസ്ക്യാവിൻ്റെ പാപം അവിടെ എഴുതി വച്ചിരിക്കുന്നു. ഹസ്ക്യാവ് മാനസാന്തരപ്പെട്ടില്ല, ഒരു നിരപ്പ് പ്രാപിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അവിടെ അത് എഴുതി വച്ചിരിക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം എത്ര ഭയത്തോട് വിറയലോടുകൂടെ നമ്മൾ മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നു. സ്തോത്രം. ഇന്ന് പൽക്കാലം നമുക്കൊരു മടങ്ങി വരവ് ആവശ്യമെന്ന് നമുക്ക് ദൈവത്തോട് പറയാം. കർത്താവേ, ഞാനിതാ, അടിയനിതാ, ദൈവഭക്തി ഭയം എനിക്ക് തരണമേ, അതെൻ്റെ പ്രമോദമായി മാറുവാനിടയാക്കണമേ. യേശു കർത്താവിനത് പ്രമോദമായിരുന്നുവെങ്കിൽ, യഹോവാഭക്തി തനിക്ക് പ്രമോദമായിരുന്നു, അടിയനത് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ സ്വർഗീയ പിതാവേ, ഇന്ന് പൽക്കാലം അടിയങ്ങൾക്ക് ഒരുമിച്ച് കൂടി അങ്ങയുടെ വചനത്തിന് മുമ്പാകെ ഒരു ഭയത്തോടെ ആയിരിക്കാൻ കർത്താവ് തന്ന കൃപയ്ക്കായി നന്ദി. വചനം അങ്ങയുടേതാണ് അപ്പാ, അതിൻ്റെ മുമ്പിൽ വിറയ്ക്കുന്നവരായി ഒരു ഭയത്തോടെ ഞങ്ങളായിരിക്കട്ടെ, ഭക്തിയോടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളോട് ദൈവം ഇടപെടണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ വചനത്തിൻ്റെ ആഴങ്ങളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വർഗരാജ്യം ഒരു വലയോട് സദൃശ്യമെന്ന് അങ്ങ് ഉപമ പറഞ്ഞല്ലോ. പിതാവേ, ഞങ്ങൾ ആ വലയിൽ കയറിയിട്ട് നഷ്ടപ്പെട്ടു പോകുവാൻ, കരച്ചിലും പല്ലുകടിയും ഉള്ള അവസ്ഥയിലേക്ക് മാറിപ്പോകുവാനിടയാകല്ലേ. പിതാവിൻ്റെ ഇഷ്ടം ചെയ്തു നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ദാസിയെ എന്ന പേരിനടി ഞങ്ങളെ യോഗ്യരായി കാണുവാനിടയാക്കണമേ. ഞങ്ങളോട് ഇത് അധ്വാനിച്ചതും വ്യർത്ഥമാകല്ലേ പിതാവേ. ഞങ്ങൾ ചർച്ചിൽ പോയതും ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ ഇരുന്നതും പാടിയതും ആരാധിച്ചതും വ്യർത്ഥമായി പോകല്ലേ പിതാവേ. ഒരു വിശുദ്ധ ജീവിതം ചെയ്ത് കർത്താവിൻ്റെ രാജ്യത്തായി വരുവാൻ ആയി തീരുവാനിടയാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ഫാദർ, താങ്ക് യു ഫോർ യുവർ വേർഡ് ഓ ലോർഡ്. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു പിതാവേ. അങ്ങയുടെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ചർച്ച അനുഗ്രഹിക്കപ്പെടട്ടെ. വചന വെളിപ്പാടുകൾ ഇവിടെ നിറയട്ടെ പിതാവേ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ശുശ്രൂഷിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ മാന്റിൽ ദൈവം കൊടുത്ത് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു.